നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 സെഷനുകളായി വിപണിയിൽ താരമായിരിക്കുകയാണ് HFCL ഓഹരികൾ. ഇന്നും നേട്ടം തുടർന്ന ഓഹരി പുതിയൊരു 52 വീക്ക് ഹൈ ആയ 146 രൂപയിലേക്കാണ് കുതിച്ചത്. പുതിയ ഓർഡറുകൾ ലഭിച്ചതും കമ്പനിയുടെ ലാഭത്തിലുണ്ടായ വൻ വർധനവുമാണ് നിലവിലെ ഓഹരിയുടെ കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ഇതോടെ 5 സെഷനുകൾ കൊണ്ട് ഏകദേശം 37% നേട്ടമാണ് ഓഹരി ഉടമകൾക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രമുഖ സ്വകാര്യ ടെലികോം കമ്പനിയിൽ നിന്നും 84.23 കോടി രൂപയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വിതരണത്തിനുള്ള ഓർഡർ ലഭിച്ചതായി മെയ് 4-ന് HFCLും അതിന്റെ അനുബന്ധ സ്ഥാപനമായ HTL ലിമിറ്റഡും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ അറിയിച്ചിരുന്നു. കൂടാതെ 4ാം പാദ ഫലങ്ങളും പുറത്തുവന്നു. നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്കുള്ള കമ്പനിയുടെ ശക്തമായ തിരിച്ചുവരവാണ് അപ്ഡേറ്റ്സിൽ കണ്ടത്. ഈ പാദത്തിൽ കമ്പനി 178.5 കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി 81.44 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു. മുൻ പാദത്തിലെ ലാഭമായ 97.62 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ലാഭത്തിൽ 82% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാന വളർച്ചയും ഒരുപോലെ ശ്രദ്ധേയമായിരുന്നു. 2026 മാർച്ചിലെ കണക്കനുസരിച്ച് അറ്റ വിൽപ്പന 1724.12 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ 800.72 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 127.8% എന്ന വൻ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുൻ പാദത്തിലെ 1210.79 കോടി രൂപയേക്കാൾ ഏകദേശം 51% കൂടുതലാണ് ഈ വരുമാനം. ടെലികോം ഉപകരണ വിപണിയിലെ ഏറ്റവും ശക്തമായ കുതിപ്പ് നടത്തുന്ന ഓഹരികളിലൊന്നായി ഇത് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം ഏകദേശം 98% വർധനവാണ് ഓഹരി രേഖപ്പെടുത്തിയത്. വൈവിധ്യമാർന്ന ഒരു ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ എനേബിളർ കമ്പനിയാണ് HFCL ലിമിറ്റഡ് അഥവാ ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്. ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സിസ്റ്റം ഇന്റഗ്രേഷൻ, ഉയർന്ന നിലവാരമുള്ള ടെലികോം ഉപകരണങ്ങളായ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നിവയുടെ നിർമ്മാണം, വിതരണം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. 22,224 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള HFCL ഓഹരിയുടെ പ്രൈസ് ടു ഏർണിംഗ്സ് അനുപാതം 71.3 ടൈംസും പ്രൈസ് ടു ബുക്ക് വാല്യൂ 4.6 ടൈംസുമാണ്. കമ്പനിക്ക് 1744 കോടി രൂപയുടെ കടബാധ്യതയുണ്ടെങ്കിലും ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.36 എന്ന സുരക്ഷിതമായ നിലയിലാണ്. 10.9% ROCE, 6.95% ROE എന്നിങ്ങനെയാണ് കമ്പനിയുടെ ലാഭക്ഷമതാ സൂചികകൾ. കൂടാതെ 28.3% പ്രൊമോട്ടർ വിഹിതമുള്ള കമ്പനി 0.07% ഡിവിഡൻഡ് ഈൽഡും നൽകുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ വിൽപ്പന വളർച്ച 2.27% തുടരുമ്പോഴും 3 വർഷത്തെ നിക്ഷേപ റിട്ടേൺ 28.8% എന്ന മികച്ച നിലയിലാണ് എന്നത് ശ്രദ്ധേയമാണ്. ഇനി നിലവിലെ ഈ കുതിപ്പിന്റെ ടെക്നിക്കൽ വശം വിലയിരുത്തിയാൽ പെട്ടെന്നുള്ള വർധനവ് വിപണിയിലെ ഓവർ ഹീറ്റിംഗ് സൂചിപ്പിക്കുന്നതായി ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. ഓഹരിയുടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നിലവിൽ 91-ലാണ്. സാധാരണയായി 80-ന് മുകളിലുള്ള RSI ഓവർബോട്ട് സാഹചര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഓഹരി വിലയിൽ ഒരു കുറവോ അല്ലെങ്കിൽ ലാഭമെടുപ്പോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും 8 പ്രധാന സിമ്പിൾ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം തുടരുന്നത് എന്നത് വിപണിയിലെ പോസിറ്റീവ് തരംഗം നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഹ്രസ്വകാല നിക്ഷേപകർക്കായി ഈ ഓഹരിയെ വിശകലനം ചെയ്യുമ്പോൾ നിലവിൽ HFCL വളരെ ശക്തമായ ഒരു ബുൾ റണ്ണിലാണെന്ന് കാണാം. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം ഇതിന്റെ വില ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ പ്രധാന മൂവിംഗ് ആവറേജുകൾക്കും മുകളിലാണ് വ്യാപാരം നടക്കുന്നത്. ഇത് ശക്തമായ ബൈയിങ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും RSI 91-ന് മുകളിൽ എത്തിയത് ഓഹരി അമിതമായി വാങ്ങപ്പെട്ട അവസ്ഥയിലാണെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അതിനാൽ പുതിയ നിക്ഷേപകർക്ക് ഈ വിലയിൽ പ്രവേശിക്കുന്നത് റിസ്ക് ആണ്. 147 രൂപ മുതൽ 150 രൂപ നിലവാരങ്ങൾ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുമ്പോൾ വില താഴോട്ട് വരികയാണെങ്കിൽ 132 to 125 രൂപ നിലവാരങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കാം. നിലവിൽ ലാഭത്തിലുള്ളവർ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ലാഭം സംരക്ഷിക്കണമെന്നും പുതിയതായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വില അല്പം കുറയുന്നതിനായി കാത്തിരിക്കുന്നതാകും ഉചിതമെന്നും സാങ്കേതിക സൂചകങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് കമ്പനിയുടെ അടിസ്ഥാന ഘടകങ്ങളും ഭാവി സാധ്യതകളും വളരെ അനുകൂലമായാണ് കാണപ്പെടുന്നത്. 5G വിന്യാസവും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ആഗോള ആവശ്യകതയും കമ്പനിയുടെ ഓർഡർ ബുക്കിനെ ശക്തമാക്കുന്നുണ്ട്. ഇതിനുദാഹരണമാണ് അടുത്തിടെ ലഭിച്ച 84 കോടി രൂപയുടെ പുതിയ ഓർഡർ. 2026 4ാം പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ പ്രകാരം കമ്പനി നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് ശ്രദ്ധേയമായ രീതിയിൽ തിരിച്ചു വന്നത് നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. വരും വർഷങ്ങളിൽ ഓഹരി വില 180 മുതൽ 240 രൂപ വരെ ഉയർന്നേക്കാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. നിലവിലെ PE അനുപാതം അല്പം കൂടുതലാണെങ്കിലും ഭാവിയിലെ വരുമാന വളർച്ച ഇത് പരിഹരിക്കുമെന്ന് കരുതപ്പെടുന്നതിനാൽ ഓരോ വിലക്കുറവിലും ഓഹരികൾ ഘട്ടം ഘട്ടമായി ശേഖരിക്കുന്നത് ഉചിതമായിരിക്കും. എങ്കിലും ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതയുള്ളതിനാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടേണ്ടത് അനിവാര്യമാണ്.